Hi students, I am JM Soni. ഈ വർഷത്തെ +1 ഫിസിക്സ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ വർക്ക് എനർജി പവർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ബൈ ദ സെൻട്രിപെറ്റൽ ഫോഴ്സസ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് നൽകുന്ന വർക്ക് ഡൺ എങ്ങനെയാണ്? ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ് അല്ലെ. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് വരുന്നത് നമുക്കറിയാം, സർക്കുലർ മോഷനിലാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് വരിക. അപ്പൊ നമ്മളൊരു സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്തു. സർക്കുലർ മോഷനില് നമ്മളൊരു ഇതാണ് സെന്റർ, ഒരു ബോഡി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തു. ഈ ബോഡി മൂവ് ചെയ്യുന്നത് ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെയാണ് അല്ലെ, ഈ സർക്കിളിലൂടെയാണ് ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പൊ ഈ ഒരു പോയിന്റിലായിരിക്കുമ്പോ ഈ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടായിരിക്കും? ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്നത് ഇങ്ങോട്ട്, ഈ ഡയറക്ഷനിലാണ് ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ബോഡി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ എങ്ങനെയാണ് മൂവ് ചെയ്യുക. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഇതാണ്. ഇനി സർക്കുലർ മോഷനില് ബോഡി മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന യൂണിഫോം സർക്കുലർ മോഷനില് ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഓക്കെ, ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക? ടുവേഴ്സ് ദ സെന്ററിലേക്ക് ആക്ട് ചെയ്യും. അപ്പോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മേളിലേക്ക്. അപ്പൊ നോക്കിയേ, ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയ്ക്ക് എത്ര ആംഗിൾ ആണ് വന്നിരിക്കുന്നത്? 90 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്കറിയാം വർക്ക് ഡണിന്റെ ഇക്വേഷൻ. വർക്ക് ഡൺ W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് F.D. വർക്ക് ഡൺ എന്ന് പറയുന്നത് F.D ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്ത് വരും? FD cos θ ഈക്വൽ ടു FD ഇൻറ്റു കോസ് എത്ര വരും? 90. ഉണ്ടോ? ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് 90 ആണ്. കോസ് 90 is equal to 0. അപ്പൊ വർക്ക് ഡൺ ബൈ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് is equal to എന്തായിരിക്കും? 0. ഓക്കെ, അപ്പൊ ഇങ്ങനെ 90 വരുന്നതിന്റെ എല്ലാ കേസിലും 90 ഡിഗ്രി ആണ് ആംഗിൾ വരുന്നതെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആണ്. ഈ സെയിം പോലെ തന്നെ നമ്മളോട് ചോദിക്കാം, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോ ന്യൂക്ലിയർ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ദ ന്യൂക്ലിയർ ഫോഴ്സ് എങ്ങനെയായിരിക്കാം? അപ്പൊ ഇവിടെ ഈ ബോഡി എന്ന് പറയുന്ന ഇലക്ട്രോൺ ആയിട്ട് എടുക്കാം, ഇത് ന്യൂക്ലിയസ് ആയിട്ട് എടുക്കാം. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് എന്തോരം? സർക്കുലർ പാത്തിൽ, ഓർബിറ്റിലാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മേളിലേക്ക്, ന്യൂക്ലിയർ ഫോഴ്സ് ടുവേഴ്സ് ദ സെന്റർ, ന്യൂക്ലിയസിലേക്കാണ്. അപ്പൊ അവിടെയും എന്തായിരിക്കും? ആംഗിൾ 90 ഡിഗ്രി, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ലോഡ് ക്യാരിയിങ് മാൻ മൂവ്സ് ത്രൂ എ ഗ്രൗണ്ട്. അങ്ങനെയാണെങ്കിലോ, ഒരു മനുഷ്യൻ ലോഡ് ക്യാരി ചെയ്തിട്ടുണ്ട്, ഇയാളുടെ തലയിൽ ഒരു ലോഡ് ഉണ്ട്, ഇയാള് ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങോട്ട് പോവാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലാണ്. ഇയാള് ഈ വെയിറ്റ് കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മേളിലേക്ക്. അപ്പൊ ഇതിനിടയിലുള്ള ആംഗിൾ എത്ര വരും? 90 ഡിഗ്രി. അപ്പൊ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിനും ഇടയ്ക്കുള്ള ഡയറക്ഷൻ 90 ഡിഗ്രി ആണ്. അപ്പൊ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എത്ര വരും? 0. ഓക്കെ, ഈ കേസിൽ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി ചോദിച്ചാലോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴേക്ക്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്. അവിടെയും എത്ര ആംഗിളാ വന്നിരിക്കുന്നത്? 90 ഡിഗ്രി. അപ്പൊ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഫോഴ്സ് കൊടുക്കുന്നത് എങ്ങോട്ടാണെന്ന് നോക്കുക, ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണെന്ന് നോക്കുക, ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിൽ വന്നിരിക്കുന്ന ആംഗിൾ നോക്കുക. ആംഗിൾ 90 ആണെങ്കിൽ വർക്ക് ഡൺ എത്രയായിരിക്കും? 0. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്ന് നമുക്ക് പറയാം വർക്ക് ഡൺ ബൈ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് 0. Work done by the centripetal force is
0 എന്ന് പറയാം. Our second question is, a man carrying a load in his head walks up through the staircase, then the work done by the gravity is. ഒരാള് ഒരു ലോഡും ചുമന്നുകൊണ്ട് ഒരു സ്റ്റെയർ കേസിലൂടെ മുകളിലേക്ക് പോവാണ്. അപ്പോ ഗ്രാവിറ്റി അവിടെ കൊടുക്കുന്ന വർക്ക് ഡൺ എങ്ങനെയാണ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ക്വസ്റ്റ്യനില് ഒരാള് സ്റ്റെയർ കേസിലൂടെ മേളിലേക്ക് പോകുന്നു അല്ലെ. സ്റ്റെയർ കേസിലൂടെ ഇങ്ങനെ അയാള് മേളിലേക്ക് പോവാണ്. അപ്പോ അയാളുടെ തലയിൽ എന്തുണ്ട്? ഒരു ലോഡ് അല്ലെ, ഒരു ഭാരം വെച്ചിട്ടുണ്ട്. അതും വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുക? മേളിലേക്ക് പോവുക. അപ്പൊ അങ്ങനെ പോകുമ്പോ അയാള് ഭാരവും വഹിച്ചുകൊണ്ട് മേളിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോ നോക്കിയേ, ഇയാള് കൊടുക്കുന്ന ഫോഴ്സ്, ഇയാള് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഈ വെയിറ്റിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് മേളിലേക്കാണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് സ്റ്റെയർ കേസ് കയറി മേളിലേക്ക് പോവാണ്. അപ്പോ ഡിസ്പ്ലേസ്മെന്റും എങ്ങോട്ടാണ്? മേളിലേക്കാണ്. അപ്പൊ വർക്ക് ഡൺ ബൈ ദ മാൻ എന്ന് ചോദിക്കുകയാണെങ്കിലോ, ഇയാള് ചെയ്ത വർക്ക് ഡൺ എത്രയാണ് എന്ന് ചോദിച്ചാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് തീറ്റ 0. അപ്പൊ എന്ത് വരും? എഫ് ഡി കോസ് 0. കോസ് 0 ഇസ് ഈക്വൽ ടു 1. അപ്പൊ എന്തുണ്ട്? എഫ് ഡി ഉണ്ട്, വർക്ക് ഡൺ. അപ്പോ വർക്ക് ഡൺ ബൈ ദ മാൻ, ഈ ആള് ചെയ്ത വർക്ക് ആണെങ്കിൽ ഇയാള് ചെയ്ത വർക്ക് ഡൺ എത്രയാണ്? ഈസ് പോസിറ്റീവ്. വർക്ക് ഡൺ ബൈ ദ മാൻ ഈസ് പോസിറ്റീവ് അല്ലെ. പോസിറ്റീവ് വാല്യൂ ആണ് വന്നത്. ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി ആണ്. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ്? ഓക്കെ, അപ്പോ ഈ ഫോഴ്സ് അല്ല നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഗ്രാവിറ്റി കൊടുത്ത ഫോഴ്സ് ആണ്. അപ്പൊ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി, ഗ്രാവിറ്റി എപ്പോഴും ഫോഴ്സ് കൊടുക്കുന്ന എങ്ങോട്ടായിരിക്കും? താഴേക്ക് അല്ലെ. അപ്പൊ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക്, ഡിസ്പ്ലേസ്മെന്റ് നേരെ മേളിലേക്ക്. അപ്പൊ ആംഗിൾ എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റിനും ഫോഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പൊ നമ്മൾ കൊടുക്കാം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. തീറ്റ 180 ആണ്. എഫ് ഡി കോസ് 180, കോസ് 180 ഇസ് ഈക്വൽ ടു എത്ര വരും? -1 ആണ്. അപ്പൊ എഫ് ഡി ഇൻറ്റു -1 ദാറ്റ് ഈസ് മൈനസ് എഫ് ഡി. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി കൊടുക്കുന്ന വർക്ക് ഡൺ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പൊ ഇവിടെ നിന്ന് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയാണ്? വർക്ക് ഡൺ ബൈ ദ മാൻ എന്ന് ചോദിക്കുമ്പോ അയാള് കൊടുത്ത ഫോഴ്സ് എങ്ങോട്ടാണ്? ഓക്കെ, അയാള് ഫോഴ്സ് കൊടുക്കുന്നത് ഈ വെയിറ്റിലേക്കാണ് അല്ലെ. ഇയാളുടെ തലയിലിരിക്കുന്ന വെയിറ്റിലേക്കാണ് അയാൾ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ അത് മേളിലേക്ക്, ഡിസ്പ്ലേസ്മെന്റ് മേളിലേക്ക്. അപ്പൊ വർക്ക് ഡൺ ഈസ് പോസിറ്റീവ്. ഗ്രാവിറ്റി ചോദിക്കുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴേക്ക്, ഡിസ്പ്ലേസ്മെന്റ് മേളിലേക്ക്. അപ്പൊ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി ഈസ് എന്തായിരിക്കും? നെഗറ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് വർക്ക് ഡൺ എക്സാമ്പിൾ ആയിട്ട് പറയാം ഫ്രിക്ഷണൽ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബോഡി മൂവ് ചെയ്യുന്ന ഫ്രണ്ടിലേക്കാണെങ്കിൽ ഫ്രിക്ഷൻ ബാക്കിലേക്ക്. അപ്പൊ നോക്കി, രണ്ടും എന്തോരം? ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ആംഗിൾ 180 വന്നാൽ എന്തോരം? വർക്ക് ഡൺ നെഗറ്റീവ്. വർക്ക് ഡൺ ബൈ ദ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ലിക്വിഡ്സിന് ഇടയിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ്. അപ്പൊ വർക്ക് ഡൺ ബൈ ദ വിസ്കസ് ഫോഴ്സും എങ്ങനെ തന്നെയാണ്? നെഗറ്റീവ് ആണ്. കാരണം ആംഗിൾ എത്രയേ വരുള്ളൂ? 180 ഡിഗ്രി. അപ്പോ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ, വർക്ക് ഡൺ ബൈ ദ വിസ്കസ് ഫോഴ്സ്, ഇതെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ഡണിന് എക്സാമ്പിൾ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചോദിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റും ഗ്രാവിറ്റിയുടെ ഡയറക്ഷനും നോക്കിയിട്ട് വേണം പറയാൻ. ഇപ്പോ ഈ കേസ് തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ലോഡ് ക്യാരിയിങ് മാൻ
walk down through the staircase, what is the work done by the gravity എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, അപ്പൊ എന്താണ്, ഭാരം ചുമക്കുന്ന ഒരാള് സ്റ്റെയർ കേസ് വഴി ഇറങ്ങി വരികയാണ്. ഓക്കെ, ഇറങ്ങി വരുന്ന കേസില് വർക്ക് ഡൺ ബൈ ദ മാൻ, വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി, ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ പറയാം? താഴേക്ക് വരികയാണ്. അപ്പൊ താഴേക്ക് വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? താഴേക്കാണ് ബോഡിയുടെ മൂവ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക്. ഗ്രാവിറ്റിയും എങ്ങോട്ട് തന്നെയാണ്? ഗ്രാവിറ്റിയും താഴേക്ക്. ഓക്കെ, അപ്പോ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണ്? താഴേക്കാണ്. ഡിസ്പ്ലേസ്മെന്റും താഴേക്ക്. അപ്പൊ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി എങ്ങനെയായിരിക്കും? രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ 0. അപ്പൊ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി എന്തായിരിക്കും? പോസിറ്റീവ്. ഓക്കെ, അയാള് മൂവ് ചെയ്യുന്നത് താഴേക്കാണെങ്കിൽ. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് ചോദിക്കാം. വർക്ക് ഡൺ ബൈ ദ മാൻ എന്തായിട്ട് എടുക്കാം? വർക്ക് ഡൺ ബൈ ദ മാനില് നമ്മൾ എന്ത് വരും? ഇയാൾ ഇപ്പോഴും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ട് തന്നെയാ? ഇയാളുടെ തലയിലിരിക്കുന്ന വെയിറ്റിലേക്കല്ലേ ഫോഴ്സ് ആക്ട് ചെയ്യുക? അപ്പൊ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മേളിലേക്ക്. ഇയാൾ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക്. അപ്പൊ വർക്ക് ഡൺ എന്തായിരിക്കും? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ആംഗിൾ 180 വരും. അപ്പൊ വർക്ക് ഡൺ എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, ഒരാൾ കൊടുക്കുന്ന ഫോഴ്സ്, ഈ വെയിറ്റില് ഇയാൾ കൊടുക്കുന്ന ഫോഴ്സ് മേളിലേക്ക്, ഗ്രാവിറ്റി കൊടുക്കുന്ന ഫോഴ്സ് താഴേക്ക്. ഇനി ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ മൂവ്മെന്റ് എങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് പറയാം, ലോഡ് ക്യാരിങ് മാൻ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി പോകുമ്പോ ഡിസ്പ്ലേസ്മെന്റ് മേളിലേക്കാണ്, ഗ്രാവിറ്റി കൊടുക്കുന്ന ഫോഴ്സ് താഴേക്കാണ്. അപ്പൊ ആംഗിൾ 180 ആയതുകൊണ്ട് വർക്ക് ഡൺ എന്താണെന്ന് പറയാം? നെഗറ്റീവ്. അപ്പൊ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ് work done. Third question. A light body and a heavy body have equal kinetic energy. ഒരു മാസ് കുറഞ്ഞൊരു ബോഡി ഉണ്ട്, പിന്നെ മാസ് കൂടിയ ഒരു ബോഡി ഉണ്ട്. രണ്ട് ബോഡിയുടെയും കൈനറ്റിക് എനർജി എങ്ങനെയാണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് വൺ ഹാവ് ഗ്രേറ്റർ മൊമെന്റം? ഏത് ബോഡിക്കാണ് ഗ്രേറ്റർ മൊമെന്റം ഉണ്ടാവുക? ഓക്കെ, മൊമെന്റം കൂടുതൽ ഏത് ബോഡിക്കാണ്? നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാം. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv². ഇവിടെ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്തെന്ന് പറയാം? മൊമെന്റം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റിയെ വരിക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാസും കൂടെ പ്രൊവൈഡ് ചെയ്താൽ അല്ലെ, ഒരു മാസ് നമ്മൾ എന്ത് ചെയ്യാം? ഇൻറ്റു എം ചെയ്യുക, ഡിവൈഡഡ് ബൈ എമ്മും ചെയ്യാം. അപ്പൊ നോക്കിയേ, മാസ് ഇൻറ്റു വെലോസിറ്റി ഈസ് മൊമെന്റം, മാസ് ഇൻറ്റു വെലോസിറ്റി ഈസ് മൊമെന്റം. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഹാഫ് ഇൻറ്റു p². മൊമെന്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് p ആണ്. അപ്പൊ p² ഡിവൈഡഡ് ബൈ എന്ത് വരും? m. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള ഇക്വേഷൻ കിട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p² ഡിവൈഡഡ് ബൈ 2m. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p² ഡിവൈഡഡ് ബൈ 2m. ഇനി രണ്ട് ബോഡിയുടെയും കൈനറ്റിക് എനർജി സെയിം ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, കൈനറ്റിക് എനർജി ഓഫ് എ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ബി അല്ലെ. അങ്ങനെയാണെങ്കിൽ pa² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ma ഈക്വൽ ടു, നമുക്ക് കൈനറ്റിക് എനർജിക്ക് പകരം p² ബൈ 2m കൊടുക്കാം. കൈനറ്റിക് എനർജി ഓഫ് എ ആയതുകൊണ്ട് pa² ബൈ 2 ഇൻറ്റു ma. അപ്പൊ ബിയുടെ കേസിൽ എന്ത് വരും? pb² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു mb.
രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പി എ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ബി സ്ക്വയർ. ഒന്ന് എഴുതിയാൽ എന്ത് വരും? പി എ സ്ക്വയർ ഈ പി ബി സ്ക്വയറിനെ താഴേക്ക് കൊണ്ടുവന്നു. അപ്പൊ എം എ ഇങ്ങോട്ട് പോകും അല്ലെ? അപ്പൊ എം എ ഡിവൈഡഡ് ബൈ എം ബി. അപ്പൊ പി എ ബൈ പി ബി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എം എ ഡിവൈഡഡ് ബൈ എം ബി. അപ്പൊ പി എ ബൈ പി ബി ഇസ് ഈക്വൽ ടു അവിടെ നമുക്ക് എഴുതാം പി എ ഡിവൈഡഡ് ബൈ പി ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം എ ഡിവൈഡഡ് ബൈ എം ബി. ഇനി എം എ എന്ന് പറയുന്നത് ലൈറ്റ് ബോഡി ആയിട്ട് എടുക്കാം. എം ബി എന്ന് പറയുന്നത് ഹെവി ബോഡി. അപ്പൊ നോക്കിയേ, എം ബി ആണ് വലുത്, എം എ ചെറുതാണ് അല്ലെ? അപ്പോ ഇവിടെ നിന്ന് നമുക്ക് പറയാലോ എം എ ചെറുതാണെങ്കിൽ പി എ എന്തായിരിക്കും? മൊമെന്റം ഓഫ് എ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ഓക്കെ, എം ബി വലുതായതുകൊണ്ട് ഡിനോമിനേറ്റർ വലുതായതുകൊണ്ട് പി ബി എങ്ങനെയായിരിക്കും? വലുതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? മൊമെന്റം ഓഫ് പി എ ഈസ് ലെസ് ദാൻ പി ബി. ഒന്നുകൂടെ നോക്കുക, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അവിടെ നിന്ന് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. എന്ത് വരും? കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m. ഓക്കെ, മേളിലും താഴെ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിലേക്ക് വരാം. ആ ഇക്വേഷനില് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m നമുക്ക് പറയാം കൈനറ്റിക് എനർജി ഓഫ് എയും ബിയും എങ്ങനെയാണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ പി എ സ്ക്വയർ ബൈ 2ma ഇസ് ഈക്വൽ ടു പി ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2mb എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ പി എ ഡിവൈഡ് പി എ സ്ക്വയർ ബൈ പി ബി സ്ക്വയർ നമ്മൾ പി ബിനെ താഴേക്ക് എടുത്തു, എം എനെ മേളിലേക്കും കൊണ്ടുപോയി. അപ്പൊ പി എ സ്ക്വയർ ബൈ പി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം എ ഡിവൈഡ് ബൈ എം ബി. ഓക്കെ, അപ്പൊ പി എ ബൈ പി ബി ഇസ് ഈക്വൽ ടു സ്ക്വയർ കളയാനായിട്ട് റൂട്ട് എടുത്തു. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ അറിയാം എം എ എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പി എയും എങ്ങനെയായിരിക്കും? കുറവ് തന്നെയായിരിക്കും. എം ബി വലുതാണ്, അപ്പൊ എന്ത് വരും? പി ബി എന്തായിരിക്കും? വലുതായിരിക്കും. ഓക്കെ, അപ്പോ എം എ എന്ന് പറയുന്നത് ലൈറ്റ് ബോഡി ആയതുകൊണ്ട് എന്ത് വരും? പി എയും എന്തായിരിക്കും? കുറവായിരിക്കും. മൊമെന്റം ഓഫ് എ എന്ന് പറയുന്നത് കുറവാണ്, മൊമെന്റം ഓഫ് ബി എന്ന് പറയുന്നത് കൂടുതലുമാണ്. ഓക്കെ, fourth question, a light body and a heavy body have equal momentum. Momentum രണ്ടിന്റെയും എങ്ങനെയാണ്? ലൈറ്റ് ബോഡിയുടെയും ഹെവി ബോഡിയുടെയും മൊമെന്റം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ആർക്കായിരിക്കും കൂടുക? ആദ്യത്തെ ക്വസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. കൈനറ്റിക് എനർജി ആർക്കാണ് കൂടുതൽ വരിക? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എന്ത് വന്നു? പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഇവിടെ രണ്ട് ബോഡിയുടെ മൊമെന്റം സെയിം ആണ്. അപ്പൊ നമുക്കറിയാം പി എ ഇസ് ഈക്വൽ ടു പി ബി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ലൈറ്റ് ബോഡിയുടെയും ഹെവി ബോഡിയുടെയും മൊമെന്റം സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാം? പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് എഴുതാലോ. 2m കൈനറ്റിക് എനർജിയുടെ സൈഡിലേക്ക് എടുത്തു. പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഓക്കെ, മൊമെന്റം സെയിം ആണ്. അപ്പൊ പി സ്ക്വയർ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും രണ്ട് ബോഡിയുടെ കേസിലും ആണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 2m ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് എ ബോഡിയുടെ ആയതുകൊണ്ട് എം എ എന്ന് എഴുതി, കൈനറ്റിക് എനർജി ഓഫ് എ എഴുതി, ഈക്വൽ ടു 2m ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ബി അല്ലെ. 2 ക്യാൻസൽ ചെയ്തു,
ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് എ, ഇവിടുത്തെ കൈനറ്റിക് എനർജി ഇപ്പത്തേക്ക് വരുമ്പോൾ താഴെ വരും, ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ബി ഈക്വൽ ടു, ഇനി ഇവിടെ ഉള്ളത് എം ബി ആണ്, അത് അങ്ങനെ തന്നെ എഴുതി. എം എനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ താഴേക്ക് എം എ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വളരെ ക്ലിയർ ആണ്. ബി എന്ന് പറയുന്നത് ഹെവി ബോഡി, അപ്പൊ ഹെവി ബോഡി ആയതുകൊണ്ട് എന്ത് വരും, ഇതിന്റെ മാസ് കൂടുതലാണ്, അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് എ എങ്ങനെയായിരിക്കും, കൂടുതൽ. ഇവിടെ എം എ എന്ന് പറയുന്നത് ലൈറ്റ് ബോഡിയുടെ മാസ് ആണ്, അപ്പൊ മാസ് കുറവായതുകൊണ്ട് ബിയുടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും, നേരെ നേരെ വരുന്നത് അങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ മതി. മാസ് ഓഫ് എ കുറവാണ്, അതുകൊണ്ട് കൈനറ്റിക് എനർജി ഓഫ് ബി എന്തായിരിക്കും, കുറവാണ്. അപ്പൊ നമുക്ക് പറയാം കൈനറ്റിക് എനർജി ഓഫ് എ ഗ്രേറ്റർ ആണ്, ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് ബി. ഇവിടെ വരുന്ന റിലേഷൻ വെച്ച് ചുമ്മാ നമുക്ക് എഴുതാവുന്നതാണ്. എം ബി വലുതാണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് എ എന്ന് പറയുന്നത് വലുതായിരിക്കും. എം എ ചെറുതാണ്, അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ബി ചെറുതാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം, കൈനറ്റിക് എനർജി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് ബി. ഫിഫ്ത് ക്വസ്റ്റ്യൻ, a lorry and a car moving with the same kinetic energy are stopped by applying brakes which provide equal retarding force. Which of them will comes to rest in a shorter distance? Explain. ഒരു ലോറി ഉണ്ട്, ഒരു കാറും ഉണ്ട്, അതിന്റെ രണ്ടിന്റെയും കൈനറ്റിക് എനർജി സെയിം ആണ് അല്ലെ, കൈനറ്റിക് എനർജി സെയിം ആണ്. ഇനി രണ്ടും സ്റ്റോപ്പ് ചെയ്യുന്നത് ബൈ അപ്ലൈയിങ് ബ്രേക്സ് വിച്ച് പ്രൊവൈഡ് ഈക്വൽ റിട്ടാർഡിംഗ് ഫോഴ്സ്. രണ്ടെണ്ണത്തിനും ആക്ട് ചെയ്യുന്ന റിട്ടാർഡിംഗ് ഫോഴ്സ് എങ്ങനെയാണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് വിൽ കംസ് ടു റെസ്റ്റ് ഇൻ ഷോർട്ടർ ഡിസ്റ്റൻസ്, ആരാണ് ഏറ്റവും ഷോർട്ടർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ഷോർട്ടർ ഡിസ്റ്റൻസ് ആരാണ് ഷോർട്ടർ ഡിസ്റ്റൻസിൽ സ്റ്റോപ്പ് ചെയ്യാം. റിട്ടാർഡിംഗ് ഫോഴ്സ് എങ്ങനെയാണ്, സെയിം ആണ്. അപ്പൊ കൈനറ്റിക് എനർജി സെയിം ആണ്, റിട്ടാർഡിംഗ് ഫോഴ്സ് സെയിം ആണ്, ഷോർട്ടർ ഡിസ്റ്റൻസിൽ ആരായിരിക്കും സ്റ്റോപ്പ് ചെയ്യാം. ഇതാ മൂന്ന് ഇതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് കൈനറ്റിക് എനർജി സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഓഫ് ലോറി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് കാർ, രണ്ടും തന്നിട്ടുണ്ട്. എനർജി എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്, വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എനർജി അല്ലെ, വർക്ക് ആണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പൊ കൈനറ്റിക് എനർജിയെ നമുക്ക് എന്തായിട്ട് എടുക്കാം, വർക്ക് അല്ലെ. വർക്ക് ഡൺ ഓഫ് എന്ത് വരും, ലോറി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഓഫ് കാർ എന്ന് എഴുതാലോ അല്ലെ. കൈനറ്റിക് എനർജി രണ്ടിന്റെയും സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ആണ്, എനർജിയും വർക്കും സെയിം ആണെങ്കിൽ കൈനറ്റിക് എനർജിക്ക് പകരം നമ്മൾ വർക്ക് എന്ന് കൊടുത്തു. വർക്കിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, ഫെമിലിയർ ആണ്. എന്തുവരും, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഫോഴ്സ് ഓഫ് ലോറി എന്തുവരും, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലോറി ഈസ് ഈക്വൽ ടു force of car and displacement of car. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് എങ്ങനെയാണ്, സെയിം ആണ്, സെയിം റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടെണ്ണത്തിനെയും റിട്ടാർഡിംഗ് ഫോഴ്സ് എങ്ങനെയാണ്, സെയിം ആണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോയി. അപ്പോ ഡി എൽ ഇസ് ഈക്വൽ ടു എന്ത് വരും, ഡി സി. അപ്പോ രണ്ടുപേരും എങ്ങനെയായിരിക്കും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്, എന്തായിരിക്കും, ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അപ്പൊ റിട്ടാർഡിംഗ് ഫോഴ്സ് സെയിം ആണ്, കൈനറ്റിക് എനർജി സെയിം ആണെങ്കിൽ എന്തുവരും, അവ സ്റ്റോപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസും എങ്ങനെ തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് പോർഷൻ. താങ്ക് യു.